ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന 11-ാം അധ്യായം 29 മുതലുള്ള തിരുവചനങ്ങൾ. ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി, ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. ഇത് അടയാളം അന്വേഷിക്കുന്നു. എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല. യോന നിനവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും. ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ സോളമൻ്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു. എന്നാൽ ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. നിനവേ നിവാസികൾ വിധി ദിനത്തിൽ ഈ തലമുറയോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു. എന്നാൽ ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് മാസം 11-ാം തീയതി ഈ ചൊവ്വാഴ്ച രാത്രിയിൽ നമ്മൾ ഈശോയുടെ ചുറ്റും ഈശോ പറയുന്നത് കേൾക്കാൻ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്നതുപോലെ കുടുംബനാഥനായ ഈശോയുടെ സ്വരം കേൾക്കാൻ കാത്തിരിക്കുന്ന ഈ സമയത്ത് ഈശോ നമ്മോട് പറയുകയാണ്, നമ്മൾ ഷേബാരാജ്ഞിയേക്കാൾ ഭാഗ്യമുള്ളവരാണെന്ന്. ഷേബാരാജ്ഞിയുടെ ഭാഗ്യം സോളമൻ രാജാവിനെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു. സോളമൻ രാജാവിനെ കണ്ട് സോളമനോട് സംസാരിച്ച് സോളമൻ്റെ വിജ്ഞാനത്തിൽ പങ്കുകാരിയാകാൻ സാധിച്ചു എന്നതാണ് ഷേബാരാജ്ഞിയുടെ വലിയ ഭാഗ്യം. അവൾ വളരെ ഹാപ്പിയായിരുന്നു രാജ്ഞി. ആ ഭാഗ്യം കിട്ടാൻ വേണ്ടി അവൾ ഒത്തിരി ദൂരം സഞ്ചരിച്ചു, ഒത്തിരി ത്യാഗമെടുത്തു. സോളമൻ ഒത്തിരി സമ്മാനങ്ങളൊക്കെ നൽകി. പക്ഷെ നമ്മൾ ആ രാജ്ഞിയേക്കാൾ ഭാഗ്യമുള്ളവരാണ്. കാരണം നമ്മൾ കണ്ടുമുട്ടുന്നത്, നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത് സോളമന് തന്നെ ജ്ഞാനം നൽകിയ ആ ദൈവത്തെ തന്നെയാണ്. കൈയടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ വീണ്ടും പറയുകയാണ്, നമ്മൾ ആ നിനവേ നിവാസികളെക്കാൾ ഭാഗ്യമുള്ളവരാണ്. നിനവേക്കാർ ഭാഗ്യമുള്ളവരായിരുന്നു. കാരണം യോനാ പ്രവാചകൻ വന്ന് അവരോട് വചനം പ്രഘോഷിക്കാനും അവർക്ക് വേണ്ടി വചനം പ്രഘോഷിച്ച് നടക്കുവാനും അവർക്ക് അനുദപിക്കാനും ഒക്കെ സാധിച്ചു. യോനായുടെ വചനങ്ങൾ കേട്ട് അവർക്ക് അനുദപിക്കാൻ സാധിച്ചു. അത് കേട്ടില്ലായിരുന്നെങ്കിൽ അവർ നശിച്ചു പോയാനേ. അപ്പോൾ യോന എന്ന പ്രവാചകനെ ലഭിച്ച നിനവേക്കാർ ഭാഗ്യമുള്ളവരാണ്. പക്ഷെ നമ്മൾ നിനവേ നിവാസികളെക്കാൾ ഭാഗ്യമുള്ളവരാണ്. കാരണം അനുദപിക്കാനുള്ള സുവിശേഷം നമ്മോട് സംസാരിക്കുന്നത് യോനാ പ്രവാചകൻ അല്ല, യോനാ പ്രവാചകനെ അയച്ച ദൈവം തന്നെയാണ്. ദൈവമാണ് നമ്മോട് പറയുന്നത്, അനുദപിക്കുവിൻ, മാനസാന്തരപ്പെടുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അനുദപിക്കാൻ തയ്യാറായാൽ, ദൈവത്തിൽ അവിടുത്തെ തിരുമുഖത്തിൽ നിന്ന് വരുന്ന ആ ജ്ഞാനം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായാൽ നമുക്കെന്താണ് ലാഭം? നമ്മൾ നാശത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് രക്ഷ പ്രാപിക്കുന്നവരുടെ ഗണത്തിലായിത്തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അനുദപിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അനുദപിച്ചില്ലെങ്കിൽ ഈശോ പറയുകയാണ്, നിങ്ങൾ സോദോം ഗൊമോറ നിവാസികളെക്കാൾ ഭാഗ്യം കെട്ടവരായി മാറും. സോദോം ഗൊമോറ നിവാസികൾ ഭാഗ്യം കെട്ടവരായിരുന്നു. കാരണം അവർ അനുദപിക്കാൻ കൂട്ടാക്കിയില്ല. അവരോട് പറഞ്ഞതൊന്നും അവർ കേട്ടില്ല. അവരുടെ മേൽ തീയും ഗന്ധകവും ഒക്കെ വന്നിറങ്ങി അവർ കത്തി നശിച്ചു പോയ ദേശമില്ലാതെയായി. ഭാഗ്യം കെട്ടവരായി തീർന്നു, അല്ലെങ്കിൽ നശിച്ചു പോയവരായി തീർന്നു. നമ്മൾ
ഈശോയുടെ ഇത്രയും വലിയ ഭാഗ്യം ലഭിച്ച നമ്മൾ, ഷെബാരാജ്ഞിയേക്കാൾ നിനവേ നിവാസികളെക്കാൾ ഒക്കെ ഭാഗ്യം ലഭിച്ച നമ്മൾ ഇനിയും അവിടുത്തെ സ്വരം കേട്ടില്ലെങ്കിൽ നമ്മൾ സൊദോം ഗൊമോറ നിവാസികളെക്കാൾ ഭാഗ്യം കെട്ടവരായി, ജീവനില്ലാത്തവരായി, മരണത്തിനടിമപ്പെട്ടവരായി മാറും. അതുകൊണ്ട് വചനം പറയുകയാണ്, നിന്റെ അനുതാപം നീ നാളത്തേക്ക് മാറ്റിവെക്കരുത്. നിന്റെ പാപങ്ങൾ ഉപേക്ഷിക്കുന്നത് നാളെ എന്ന് പറഞ്ഞ് നീ മാറ്റിവെക്കരുത്. നിനക്കൊരു തെറ്റായ ബന്ധമുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാനുള്ള ദിവസം ഈ രാത്രിയാണ്. നിനക്കൊരു തഴക്കദോഷമുണ്ടെങ്കിൽ അതിനെ വെറുത്തുപേക്ഷിക്കാനുള്ള സമയം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു തിന്മ നിന്നെ കീഴടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു കടക്കാൻ സർവശക്തിയും ഉപയോഗിച്ച് തീരുമാനമെടുക്കേണ്ട സമയം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയമാണ്. നീ നാളത്തേക്ക് അത് മാറ്റിവെക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുതപിക്കുന്നവരെ ഭാഗ്യവാന്മാർ, ഈശോയുടെ വചനം കേൾക്കുന്നവരെ അനുഗ്രഹീതർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഈ ഒരു ചിന്ത, അനുതാപത്തിലേക്കുള്ളൊരു ക്ഷണം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഈശോ ദൈവപുത്രനാണെന്ന് വെളിപ്പെടുന്നത് കുരിശുമരണത്തിലൂടെയും പുനരുദ്ധാനത്തിലൂടെയുമാണ്. അതാണ് നമുക്കുള്ള അടയാളം. അടയാളം നമ്മുടെ ശരീരത്തിൽ പതിപ്പിക്കപ്പെടട്ടെ. കുരിശിൻ്റെ മുദ്ര നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശത്തിലും ഒരു കുരിശ് മുദ്രയുണ്ടാകട്ടെ. നമ്മുടെ കുടുംബത്തിൻ്റെ 4 അതിരുകൾ ഈശോയുടെ കുരിശിൻ്റെ മുദ്ര പതിച്ച് സംരക്ഷിക്കപ്പെടട്ടെ. തിരുരക്തത്തിൻ്റെ കോട്ട കെട്ടി സംരക്ഷിക്കപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരുണ വർഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. എത്ര വലിയ ഭാഗ്യമാണ് കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. സ്വയേ അങ്ങയെ കാണാൻ, അങ്ങയെ കേൾക്കാൻ, അങ്ങയെ അറിയാൻ, അങ്ങയെ അനുഭവിക്കാൻ, അങ്ങയെ ആസ്വദിക്കാൻ, അങ്ങയോട് ചേർന്ന് നിൽക്കാൻ, അങ്ങയെ ആരാധിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മഹാഭാഗ്യത്തിന് ഞങ്ങൾ എങ്ങനെ നന്ദി പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ എന്ത് പ്രത്യുപകാരം ചെയ്യും? രക്ഷയുടെ കാസകരങ്ങളിലെടുത്ത് ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, ആയിരിക്കുന്നിടങ്ങളിൽ മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടി ദിവ്യകാരുണ്യനാഥന്റെ ഈ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം. ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി, സന്തോഷമുള്ളൊരു രാത്രി ആശംസിക്കുന്നു. നാളെ കൂടുതൽ സ്നേഹത്തോടെ, കൂടുതൽ ആനന്ദത്തോടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യ ശുശ്രൂഷകളിൽ വ്യാപൃതരാകാൻ സാധിക്കട്ടെ. നാളെ ഈ സമയത്ത് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.